ഗോപിനഗർ എന്ന ഗ്രാമം വലിയ പണക്കാരുടെ ഒരു ഗ്രാമമാണ്. ഇവിടെയുള്ള ആളുകൾ അവരവരുടെ ജോലികൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതുപോലുള്ള ആളുകളെ സ്വാർത്ഥരെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു അരളിമരമുണ്ട്. അതിന് വലിയ വലിയ ശിഖരങ്ങളുണ്ട്. ആ മരത്തിനു ചുറ്റും ഇരിക്കാവുന്ന രീതിയിൽ മതിൽക്കെട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എന്നാൽ ഒരു നാൾ ഒരു വയസ്സായ അമ്മ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും പിച്ചയെടുത്ത് ഗോപിനഗറിലേക്ക് എത്തുകയുണ്ടായി. അവർ മോഹന്റെ വീടിന്റെ മുന്നിലെത്തി. എന്നിട്ട് ഭിക്ഷ യാചിച്ചു. മക്കളെ, കഴിക്കാൻ എന്തെങ്കിലും നൽകണേ, നല്ല വിശപ്പുണ്ട്. ആ ദൈവം നിന്നെ നന്നായിട്ട് ജീവിപ്പിക്കും. രാവിലെ തന്നെ പിച്ചെടുക്കാൻ വന്നിരിക്കുകയാണല്ലോ, അതും ജോലിക്ക് പോകുന്ന സമയം നോക്കി. ഇവിടുന്ന് പോയേ, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. പുറത്തുള്ള ശബ്ദം കേട്ട് കമല വീടിന് പുറത്തേക്ക് വന്നു. നിൽക്കൂ, ഞാൻ ഇവർക്ക് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. ആ മുത്തശ്ശി അവിടെ നിന്നും യാത്രയായി. ഭക്ഷണം കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. നീ പണമെല്ലാം ചെലവാക്കി തീർക്കുകയാണ്. മറ്റുള്ളവരെല്ലാം നമ്മളെക്കാൾ വലിയ പണക്കാരാവുകയും ചെയ്യുന്നു. എന്തിനാ പണം ഇങ്ങനെ നശിപ്പിക്കുന്നത്? ചുമ്മാ ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ. ആ ആഹാരം ചീത്തയായി പോയി, അതുകൊണ്ടാണ് അവർക്ക് നൽകിയത്. ഭക്ഷണം എടുത്തുകൊണ്ട് ആ മുത്തശ്ശി ആ അരളിമരച്ചൂട് ലക്ഷ്യമാക്കി നടന്നു. ഭക്ഷണം കഴിക്കാനായി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്നും വളരെ ദുർഗന്ധം വമിച്ചു. അത് നോക്കിയപ്പോൾ അതിൽ പുഴുക്കൾ അരിക്കുന്നുണ്ടായിരുന്നു. ആ പാവപ്പെട്ട മുത്തശ്ശി ആ ഭക്ഷണം ഉപേക്ഷിച്ചു. എന്നിട്ട് ഭിക്ഷയെടുക്കാൻ മറ്റൊരു വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നിട്ട് ഷീല എന്ന സ്ത്രീയോട് പറഞ്ഞു, ദൈവം നിനക്ക് നല്ലത് വരുത്തും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ നൽകണേ. ചീത്തയായ ആഹാരം നൽകല്ലേ, അല്ലെങ്കിലും എനിക്ക് തീരെ സുഖമില്ലാത്തതാണ്. വീണ്ടും എനിക്ക് അസുഖം പിടിക്കും. അത് ശരി, എടുക്കുന്നത് യാചനയാണ്, എന്നിട്ട് നല്ല ആഹാരം വേണമത്രേ. പോകൂ, നിനക്ക് നൽകാൻ എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോഴാ മുത്തശ്ശി ഭക്ഷണം യാചിക്കാനായി മറ്റൊരു വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ ഒരൽപ്പം ഭക്ഷണം കൊടുത്തു. മോനെ, ഇനിയും കുറച്ച് ആഹാരം ഉണ്ടെങ്കിൽ നൽകൂ. ഇതുകൊണ്ട് എന്റെ വയറ് നിറയില്ല. ഒരു കാര്യം പറയാം, ഇതിൽ കൂടുതലൊന്നും എനിക്ക് തരാൻ പറ്റില്ലെന്ന്. സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാ. അതുപോലെ പെട്രോളിനും വില കൂടിയിരിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ആ പാവം മുത്തശ്ശിക്ക് ആ ഗ്രാമത്തിൽ നിന്നും വിശപ്പ് മാറാനുള്ള ഭക്ഷണം കിട്ടിയില്ല. അപ്പോഴാ മുത്തശ്ശിക്ക് വളരെ സങ്കടമായി. കുറച്ചു നാളുകൾക്കുള്ളിൽ അവരുടെ ആരോഗ്യം വീണ്ടും നശിച്ചു തുടങ്ങി. നല്ല ചൂടുകാലമായതിനാൽ ഒരു ദിവസം ആ മുത്തശ്ശിക്ക് വളരെ ദാഹം അനുഭവപ്പെട്ടു. അടുത്ത പ്രദേശത്തെങ്ങും വെള്ളമില്ലാത്തതിനാൽ ആ ഗ്രാമത്തിലെ വീടുകളിൽ വെള്ളമന്വേഷിച്ച് നടന്നു. എന്നാൽ ആ ഗ്രാമത്തിലെ ആളുകൾ വളരെ സ്വാർത്ഥരായിരുന്നു. ആ പാവം മുത്തശ്ശിക്ക് കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല. ആരെങ്കിലും ഉണ്ടോ? കുറച്ച് വെള്ളം നൽകൂ. ആരെങ്കിലും ഉണ്ടോ? കുറച്ച് വെള്ളം നൽകൂ. അവർക്ക് ആരും തന്നെ ദാഹജലം കൊടുത്തില്ല. മുത്തശ്ശിയെ കണ്ടവർ എല്ലാവരും ആട്ടി ഓടിച്ചു. ആളുകളുടെ വീട്ടിൽ കയറിയിറങ്ങി വളരെ ക്ഷീണിതയായി. ആ പാവം മുത്തശ്ശിക്ക് ആ നാട്ടിലുള്ള ആരും തന്നെ ഒരു തുള്ളി ജലം പോലും കൊടുത്തില്ല. അങ്ങനെ നടന്ന് ആ മരച്ചുവട്ടിലേക്ക് ആ മുത്തശ്ശി എത്തി. കുറച്ചു സമയത്തിനുള്ളിൽ കുടിക്കാൻ വെള്ളം ലഭിക്കാത്തതുകൊണ്ട് ആ മുത്തശ്ശി വളരെ ക്ഷീണിതയായി ആ മരച്ചുവട്ടിൽ കിടന്ന് മരണപ്പെട്ടു. ആ മുത്തശ്ശിയുടെ മരണത്തോടുകൂടി പിന്നീട് ആ നാട്ടിൽ വളരെ വ്യത്യസ്തമായ സംഭവവികാസങ്ങൾ ഉണ്ടായി. രാത്രിയിൽ ആളുകൾ ഉറങ്ങുന്ന സമയത്ത്, പാതിരാത്രി സമയത്ത് ഒരു സ്ത്രീ അലറി വിളിച്ച് ഉച്ചത്തിൽ കരയുന്ന ശബ്ദം കേട്ടു. ആ അലർച്ചയും ശബ്ദവും കൂടിക്കൂടി വന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ശബ്ദം കേട്ടു. കരച്ചിലിന്റെ ശബ്ദത്തോടൊപ്പം അലറി വിളിക്കുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങി. ആ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഭയമായി തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാവരും ഒരിക്കൽ ഒത്തുകൂടി. അവിടുത്തെ അരളിമരത്തിന്റെ ചുവട്ടിലാണ് അവർ ഒത്തുകൂടിയത്. ഈ ഗ്രാമത്തിൽ എന്തൊക്കെയായി സംഭവിക്കുന്നത്? എന്നും രാത്രി ഒരു സ്ത്രീ അലറി വിളിച്ച് കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ. ഇതിനെന്താണ് ഒരു മാർഗം? എന്റെ കുട്ടികളൊക്കെ പേടിച്ചു പോകുന്നു. എല്ലാവരും ഒരു കാര്യം ചെയ്യുക. അവരവരുടെ വീട്ടിൽ വൈകുന്നേരം ഹനുമാൻ ശ്ലോകം ചെല്ലാനുള്ള ഏർപ്പാടുണ്ടാക്കുക. അതിനുശേഷം ആ ശബ്ദം കേൾക്കാതായി. എന്നാൽ ഒരു ദിവസം മോഹൻ ആ അരളിമരത്തിന്റെ ചുവട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കാർ റിപ്പയറായി. അവൻ ആ അരളിമരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയതുകൊണ്ട് അവന് അസുഖം ബാധിച്ചു. അവന് വലിയ പനി ഉണ്ടാകുവാൻ തുടങ്ങി. അപ്പോൾ ഒരു ചിരിയുടെ ശബ്ദം കേട്ടു. പിന്നീട് കരച്ചിലിന്റെ ശബ്ദവും, പിന്നീട് മറ്റാരോ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദവും.
ഈ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് ആ നാട്ടിലുള്ള എല്ലാ ആളുകളും വീണ്ടും കൂടുതൽ ഭയപ്പെടുവാൻ തുടങ്ങി. ഒരു ദിവസം പെട്ടെന്ന് ഗ്രാമത്തിൽ അരളിമരത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ കുറച്ചുനാളായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. പിന്നീട് ഒരു നാൾ ആ അരളിമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായി കാണുകയുണ്ടായി. ഈ സംഭവത്തോടുകൂടി ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വീണ്ടും ഭയം കൂടുവാൻ തുടങ്ങി. ആരും സന്ധ്യയ്ക്ക് ശേഷം വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല കേട്ടോ. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവരവരുടെ വീട് പൂട്ടിയിടും. മനസ്സിലായോ? നമ്മളെ രക്ഷിക്കാൻ അത് സഹായിക്കും. പിന്നെ അറിയാതെ പോലും ആ അരളിമരത്തിന്റെ ചുവട്ടിലേക്ക് പോകരുത്. അതിൽ പ്രേതമുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇല്ല ഇല്ല, ഞങ്ങൾ ഒരു സ്ഥലത്തും പോകില്ല. കുട്ടികളെല്ലാവരും പുതച്ചുമൂടി കിടന്നുറങ്ങുകയായിരുന്നു. ആ നാട്ടിലെ ആളുകളുടെ ഭയം കൂടിക്കൂടി വരികയുണ്ടായി. ആരും തന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതായി. ഗ്രാമത്തിലെല്ലായിടത്തും വളരെ നിശബ്ദത കളിയാടുവാൻ തുടങ്ങി. മോഹനും ഗ്രാമത്തിലെ മറ്റാളുകളും കൂടി ചേർന്ന് ഒരു മന്ത്രവാദിയെ കാണുവാൻ പോയി. എന്നിട്ട് മന്ത്രവാദിയോട് ചോദിച്ചു, ഞങ്ങളൊരു വയസ്സായ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആ മുത്തശ്ശി മരിച്ചു. ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിലെ ആളുകളാണ് തെറ്റുകാര്. വയസ്സായി സുഖമില്ലാതിരുന്ന ഒരു മുത്തശ്ശിയെ നിങ്ങളുടെ മനസാക്ഷിയില്ലാത്ത ഈ പ്രവൃത്തി കാരണം കൊന്നുകളഞ്ഞില്ലേ? നിങ്ങൾ ആ മുത്തശ്ശിക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്തതുകൊണ്ട് ആ പാവപ്പെട്ട മുത്തശ്ശിയുടെ ജീവൻ മാത്രം നഷ്ടമായി. ഇപ്പോൾ ആ മുത്തശ്ശി അതിനുള്ള പ്രതികാരമാണ് ചെയ്യുന്നത്. ഗ്രാമത്തിലെ ആളുകൾ ഭയന്നു വിറച്ചു. എന്നിട്ട് മന്ത്രവാദിയോട് ചോദിച്ചു, ഇതിന് മറ്റൊരു മാർഗവുമില്ലെന്നാണോ പറയുന്നത്? പൂജ നടത്തണം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. എന്നിട്ട് എന്തു സംഭവിക്കുമെന്നൊന്ന് നോക്കാം. ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അതെ, ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അങ്ങനെ ഹോമം ആരംഭിച്ചു. മന്ത്രവാദി മന്ത്രം ചൊല്ലിയ ഉടനെ ആ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹേ മന്ത്രവാദി, നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? നീ നിന്റെ ജോലി നോക്കി പോകൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കില്ല. ഇത് നോക്ക്, മനുഷ്യന്മാർ തെറ്റു ചെയ്യുന്നത് സാധാരണമാണ്. നീ പറഞ്ഞാലും എന്ത് വേണം നിനക്ക്? നിന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാ. ജനങ്ങളെ ശല്യപ്പെടുത്തുന്നത് നീ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ജീവനോടെ ഇരുന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും തരാത്തവരാണ് ഈ ജനങ്ങൾ. ഇപ്പോൾ എനിക്ക് അമ്പലം പണിത് ദൈവം പോലെ നോക്കാമത്രേ. ഞാൻ ദൈവമൊന്നുമല്ല, ഞാനൊരു സാധാരണ പ്രേതമാണ്. എന്തെങ്കിലും ഒരു മാർഗമുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ജനങ്ങളെ വെറുതെ വിടേണ്ടതില്ലേ? ഒരേ ഒരു ആലോചനയേ ഉള്ളൂ. ഈ പാവികളൊക്കെ ഈ ഗ്രാമം വിട്ടു തന്നെ പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൊന്നുകളയും. മാന്ത്രിക, നീയും പോയേക്ക്. ഇല്ലെങ്കിൽ ഇവരോടൊപ്പം ചേർന്ന് നീയും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? ഈ ഗ്രാമത്തിന്റെ പുറത്തെ എന്റെ ശാപമുണ്ട്. ഈ ഗ്രാമത്തിൽ ആരിയ്ക്കുന്നോ അവൻ രോഗം വന്ന് നശിച്ചു പോകും. ഞാൻ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ. ആത്മാവ് അപ്രത്യക്ഷമായി. മന്ത്രവാദി അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതിനൊരു പരിഹാരവുമില്ല. ആ ആത്മാവിന്റെ പ്രതികാരം തീരുന്നതുവരെ ആ ആത്മാവ് അടങ്ങുകയില്ല. നാള് കഴിയും തോറും അവിടുത്തെയുള്ള ആളുകൾക്ക് അസുഖങ്ങൾ തുടങ്ങി. രോഗം മൂർച്ഛിക്കുവാനും തുടങ്ങി. അതുകാരണം ഗോപിനഗറിലെ ആളുകൾ മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക് യാത്രയാകേണ്ടി വന്നു. മനുഷ്യത്വമില്ലാത്ത ആ പ്രവൃത്തി കാരണം തങ്ങളുടെ വീടും സ്വത്തും സ്ഥലവും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് പോകേണ്ടി വന്നു. ഈ ഗ്രാമത്തിൽ ആരുമില്ലാതെ വളരെ ശാന്തമായി കിടക്കുകയാണ്. ആരും ഇവിടെ വരാറുമില്ല, ഇവിടെ ജീവിക്കാറുമില്ല. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം മൂത്ത് ആരോടും അനുകമ്പയില്ലാതെ പെരുമാറുവാൻ പാടില്ലാത്തതാണ്. നല്ല മനുഷ്യനായി ജീവിക്കുക.